യൂദിത്ത് അധ്യായം 1. നബുക്കദ്നേസറും അർഫക്സാദും തമ്മിൽ യുദ്ധം. മഹാനഗരമായ നിനവേയിൽ അസീറിയക്കാരെ ഭരിച്ചിരുന്ന നബുക്കദ്നേസറിന്റെ 12ാം ഭരണവർഷം ആയിരുന്നു അത്. അർഫക്സാദ് രാജാവ് എക്ബത്താനായിൽ മേദിയായുടെ അധിപതിയായി വാഴുകയായിരുന്നു. അവൻ 3 മുഴം കനത്തിലും 6 മുഴം നീളത്തിലും ചെത്തിയെടുത്ത കല്ലുകൊണ്ട് എക്ബത്താനായ്ക്ക് ചുറ്റും മതിൽ പണിതു. മതിലിന് 70 മുഴം ഉയരവും 50 മുഴം വീതിയുമുണ്ടായിരുന്നു. കവാടത്തിൽ 100 മുഴം ഉയരവും അടിത്തറയിൽ 60 മുഴം വീതിയുമുള്ള ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു. സൈന്യത്തിന് ഒന്നിച്ച് കടന്നു പോകാനും കാലാൾപ്പടയ്ക്ക് നിരയായി നീങ്ങാനും കഴിയുമാറ് കവാടങ്ങൾ 70 മുഴം ഉയരത്തിലും 40 മുഴം വീതിയിലുമാണ് പണിതത്. അക്കാലത്താണ് നബുക്കദ്നേസർ രാജാവ് റാഗാവിന്റെ അതിർത്തിയിലുള്ള വിശാലമായ സമതലത്തിൽ വെച്ച് അർഫക്സാദ് രാജാവിനോട് ഏറ്റുമുട്ടിയത്. മലമ്പ്രദേശത്തെ ജനങ്ങളും യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഹിദാസ്പസ് എന്നീ നദികളുടെ തീരങ്ങളിൽ വസിച്ചിരുന്നവരും എലിമായരുടെ രാജാവായ അരയോക്കും സമതലത്തിൽ വെച്ച് അവനോട് ചേർന്നു. അനവധി ജനതകൾ കൽദായ സൈന്യങ്ങളോട് ചേർന്നു. അസീറിയക്കാരുടെ രാജാവായ നബുക്കദ്നേസർ പേർഷ്യയിലും പടിഞ്ഞാറ് കിലിക്യ, ദമാസ്കസ്, ലബനോന്റെ നേരെ കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവയിലും സമുദ്ര തീരപ്രദേശങ്ങളിലും വസിച്ചിരുന്നവർക്കും കാർമൽ, ഗിലയാദ്, ഉത്തര ഗലീലി, വിശാലമായ എസ്ത്രായേലോൺ താഴ്വര എന്നിവിടങ്ങളിലും സമരിയായിലും അതിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലും ജോർദാന് അക്കരെ ജെറുസലേം വരെയും ബഥനി, കെലൂസ്, കാദഷ്, ഈജിപ്തിലെ നദീതീരം, തഹ്ഫാനസ്, റാംസെസ് എന്നിവിടങ്ങളിലും താനിസ്, മെംഫിസ് ഇവയുൾപ്പെടെ ഗോഷൻ പ്രദേശം മുഴുവനിലും ഈജിപ്തിൽ എത്യോപ്യയുടെ അതിർത്തികൾ വരെയും വസിച്ചിരുന്നവർക്കും സന്ദേശമയച്ചു. എന്നാൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അസീറിയ രാജാവായ നബുക്കദ്നേസറിന്റെ ആജ്ഞ അവഗണിക്കുകയും യുദ്ധത്തിൽ അവനോട് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു. അവർ അവനെ ഭയപ്പെട്ടിരുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അവന്റെ ദൂതന്മാരെ അവർ വെറും കൈയോടെ അപമാനിതരായി തിരിച്ചയച്ചു. ആ ദേശങ്ങളെല്ലാം നബുക്കദ്നേസറിന്റെ കടുത്ത രോഷത്തിന് പാത്രമായി. കിലിക്യ, ദമാസ്കസ്, സിറിയ എന്നിവയുടെ മേൽ നിശ്ചയമായും പ്രതികാരം നടത്തുമെന്നും മൊവാബ് നിവാസികളെയും അമ്മോൻ ജനതയെയും യൂദായിലും ഈജിപ്തിൽ ഇരുകടലുകളുടെയും തീരങ്ങൾ വരെയും വസിച്ചിരുന്ന എല്ലാവരെയും വാളിനിരയാക്കുമെന്നും അവൻ തന്റെ സിംഹാസനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ശപഥം ചെയ്തു. 17ാം വർഷം അവൻ അർഫക്സാദ് രാജാവിനെതിരെ സൈന്യത്തെ അയച്ചു. അവനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും അവന്റെ സൈന്യത്തെയും കുതിരപ്പടയെയും രഥങ്ങളെയും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അർഫക്സാദിന്റെ നഗരങ്ങൾ കീഴ്പ്പെടുത്തി എക്ബത്താനായിൽ പ്രവേശിച്ച് ഗോപുരങ്ങൾ പിടിച്ചടക്കുകയും കച്ചവട സ്ഥലങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. പ്രതാപമുള്ള പട്ടണത്തെ പരിഹാസപാത്രമാക്കി. അവൻ അർഫക്സാദിനെ റാഗാവു പർവ്വതനിരകളിൽ വെച്ച് ബന്ധനസ്ഥനാക്കി കുന്തം കൊണ്ട് കുത്തി അവനെ പൂർണ്ണമായി നശിപ്പിച്ചു. അനന്തരം അവൻ തന്റെ വിപുലമായ സംയുക്ത സൈന്യവുമായി നിനവേയിലേക്ക് മടങ്ങി. അവിടെ അവനും സൈന്യവും 120 ദിവസം വിരുന്നിലും വിശ്രമത്തിലും ചെലവഴിച്ചു. യൂദിത്ത് അധ്യായം 2. ഹോളോഫർണസിനെ അയക്കുന്നു. നബുക്കദ്നേസർ പറഞ്ഞിരുന്നതുപോലെ 18ാം വർഷം 1-ാം മാസം 22-ാം ദിവസം ആ പ്രദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെപ്പറ്റി അവന്റെ കൊട്ടാരത്തിൽ ആലോചന നടന്നു. അവൻ തന്റെ സേവകന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തി തന്റെ രഹസ്യ പദ്ധതി വിശദീകരിച്ചു. ആ പ്രദേശങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ സ്വന്തം നാവുകൊണ്ട് വിവരിച്ചു. തന്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അസീറിയ രാജാവായ നബുക്കദ്നേസർ തനിക്ക് നേരെ കീഴിലുള്ള സർവ്വസൈന്യാധിപൻ ഹോളോഫർണസിനെ വിളിച്ചു പറഞ്ഞു: ഭൂമി മുഴുവന്റെയും അതിനാഥനായ ചക്രവർത്തി അറിയിക്കുന്നു, നീ എൻ്റെ മുൻപിൽ നിന്ന് പോയാലുടൻ ധീരന്മാരായ 120,000 കാലാൾപ്പടയെയും 12,000 കുതിരപ്പടയാളികളെയും ശേഖരിച്ച്
പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കുക. അവർ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല. ഞാൻ കോപാക്രാന്തനായി വരുകയാണ്. ഭൂമുഖമാസകലം എൻ്റെ സൈന്യങ്ങളുടെ പാദം കൊണ്ട് മറയും. എൻ്റെ പടയാളികൾക്ക് കൊള്ളയടിക്കാൻ അവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അതിനാൽ കീഴടങ്ങാൻ ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് അവരോട് പറയുക. മുറിവേറ്റവർ താഴ്വരകളിൽ നിറയും. അരുവികളും നദികളും മൃതശരീരങ്ങൾ കൊണ്ട് കവിഞ്ഞൊഴുകും. ഞാൻ അവരെ തടവുകാരാക്കി ലോകത്തിൻ്റെ അറ്റം വരെ പായിക്കും. നിങ്ങൾ മുൻപേ പോയി അവരുടെ സ്ഥലങ്ങൾ എനിക്ക് വേണ്ടി പിടിച്ചടക്കുവിൻ. അവർ നിങ്ങൾക്ക് കീഴടങ്ങും. ശിക്ഷയുടെ നാൾ വരെ നിങ്ങൾ അവരെ എനിക്ക് വേണ്ടി സൂക്ഷിക്കുവിൻ. അവർ വിസമ്മതിച്ചാൽ നിങ്ങൾ കണ്ണടച്ചു കളയരുത്. രാജ്യം മുഴുവൻ കൊലയ്ക്കും കൊള്ളയ്ക്കുമായി ഏൽപ്പിച്ചു കൊടുക്കണം. ഞാനും എൻ്റെ രാജാവുമാണേ, എൻ്റെ വാക്കു ഞാൻ നിറവേറ്റും. നിങ്ങളുടെ രാജാവിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എൻ്റെ കൽപ്പന മാറ്റമില്ലാതെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുവിൻ. താമസം വരുത്തരുത്. യജമാന സന്നിധി വിട്ടപ്പോൾ തന്നെ ഹോളോഫർണസ് അസീറിയൻ സൈന്യത്തിലെ സേനാധിപതികൾ, മറ്റു പടത്തലവന്മാർ, സേവകന്മാർ എന്നിവരെ വിളിച്ചുകൂട്ടി. യജമാനൻ കൽപ്പിച്ചതനുസരിച്ച് തിരഞ്ഞെടുത്ത 1,20,000 പടയാളികളെയും അശ്വാരൂഢരായ 12,000 വില്ലാളികളെയും ഗണങ്ങളായി തിരിച്ചു. അങ്ങനെ അവൻ ആക്രമണ സന്നദ്ധമായ ഒരു വൻ സൈന്യത്തെ സജ്ജമാക്കി. അവൻ സാധനങ്ങൾ കൊണ്ടുപോകാൻ അസംഖ്യം ഒട്ടകങ്ങളെയും കഴുതകളെയും കോവർ കഴുതകളെയും ഭക്ഷണത്തിനായി അനേകം ചെമ്മരിയാടുകളെയും കാളകളെയും കോലാടുകളെയും സംഭരിച്ചു. കൂടാതെ എല്ലാ ആളുകൾക്കും വേണ്ടി ധാരാളം ഭക്ഷണ സാധനങ്ങളും വലിയൊരു തുകയ്ക്ക് സ്വർണവും വെള്ളിയും രാജകൊട്ടാരത്തിൽ നിന്ന് ശേഖരിച്ചു. ഇപ്രകാരം പശ്ചിമദേശങ്ങളെല്ലാം തേര്, കുതിര, തിരഞ്ഞെടുക്കപ്പെട്ട കാലാൾപ്പട ഇവയാൽ നിറയ്ക്കുവാൻ അവൻ മുഴുവൻ സൈന്യവുമായി നബുക്കദ്നേസർ രാജാവിന് മുൻപേ പോയി. വെട്ടുകിളികളെപ്പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും എണ്ണമറ്റ ഒരു സമൂഹം അവരോടുകൂടെ പോയി. നിനെവേയിൽ നിന്ന് 3 ദിവസം യാത്ര ചെയ്ത് അവൻ ബക്തീലത്ത് സമതലത്തിലെത്തി. അതിന്റെ എതിർവശത്ത് ഉത്തര കിലിക്കിയയുടെ വടക്കുഭാഗത്തെ പർവ്വതത്തിനു സമീപം പാളയമടിച്ചു. അവിടെ നിന്ന് ഹോളോഫർണസ് തന്റെ സൈന്യത്തെ മുഴുവൻ, കാലാൾ, കുതിര, തേര് എന്നീ വിഭാഗങ്ങളെയെല്ലാം കൂട്ടി കുന്നിൻ പ്രദേശത്തേക്ക് പോവുകയും പുത്ത്, ലുദ് എന്നീ ദേശങ്ങൾ തകർക്കുകയും റാസിസ് നിവാസികളെയും കെലിയാ ദേശത്തിനു തെക്കുള്ള മരുപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഇസ്മായേലിരെയും കൊള്ളയടിക്കുകയും ചെയ്തു. അനന്തരം യൂഫ്രട്ടീസിന്റെ ഗതി പിന്തുടർന്ന് മെസൊപ്പൊട്ടാമിയയിലൂടെ കടന്ന് അബ്രോൺ അരുവിയുടെ കരയിലുള്ള കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന നഗരങ്ങളെല്ലാം സമുദ്രപര്യന്തം തകർത്തു. കിലിക്യൻ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും എതിർത്തു നിന്നവരെയെല്ലാം വധിക്കുകയും ചെയ്തതിനു ശേഷം അവൻ അറേബ്യയ്ക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ജാഫെത്തായുടെ തെക്കേ അതിർത്തികളിലേക്ക് കടന്നു. മിതിയാക്കാരെ വളഞ്ഞ് അവരുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാക്കി ആട്ടിൻപറ്റങ്ങളെ കവർച്ച ചെയ്തു. അതിനുശേഷം ഗോതമ്പ് കൊയ്ത്തിന്റെ കാലത്ത് അവൻ ദമാസ്കസ് സമഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വയലുകൾക്ക് തീ വയ്ക്കുകയും ആടുമാടുകളെ കൊന്നൊടുക്കുകയും നഗരങ്ങൾ നിർജ്ജനമാക്കുകയും നിലം ശൂന്യമാക്കുകയും യുവാക്കളെ വാളിനിരയാക്കുകയും ചെയ്തു. സമുദ്ര തീരദേശങ്ങളായ സീദോൻ, ടൈർ എന്നിവിടങ്ങളിലും സൂർ, ഒക്കിന, ജാമിനിയ എന്നിവിടങ്ങളിലും നിവസിച്ചിരുന്ന ജനങ്ങൾ ഭയചകിതരായി തീർന്നു. അസോത്തൂസിലെയും അസ്കേലോണിലെയും ജനങ്ങളും പരിഭ്രാന്തരായി.